യിൽ പരസ്യ ബോർഡ് തകർന്നുണ്ടായ അപകടത്തിൽ 2 മൃതദേഹം കൂടി പുറത്തെടുത്തു. അപകടത്തിൽ ഇതോടെ മരണസംഖ്യ 16ആയി. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ചേരുന്നു. ശ്രീനാഥ്, വിവരങ്ങൾ. ഒപ്പം ഈ പരസ്യ കമ്പനിയുടെ ഉടമ പിടിയിലായിട്ടുണ്ടോ? ഇയാൾക്കെതിരെ നിരവധി ക്രിമിനൽ കേസുകളുള്ളതായാണല്ലോ മനസ്സിലാക്കുന്നത്. സുഹേൽ, ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ടാണ് കനത്ത മഴയിലും കാറ്റിലും വലിയ കൂറ്റൻ പരസ്യ ബോർഡ് പെട്രോൾ പമ്പിന് മുകളിലേക്ക് വീഴുകയും അവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങൾ അതിനടിയിൽപ്പെടുകയും 14 പേർ മരിക്കുകയും ചെയ്തത്. അവിടെ ഇപ്പോഴും NDRFന്റെ നേതൃത്വത്തിൽ രക്ഷാദൌത്യം നടക്കുകയാണ്. കാരണം ഈ അവശിഷ്ടങ്ങൾക്ക് അടിയിലുള്ള വാഹനങ്ങളിൽ ആരെങ്കിലും ഇനിയും ബാക്കിയുണ്ടോ എന്നതറിയാനുള്ള തെരച്ചിൽ ഒക്കെ തന്നെ നടക്കുന്നുണ്ട്. അങ്ങനെ നടത്തുന്ന തെരച്ചിലിനിടെയാണ് ഇപ്പോൾ 2 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തിയത്. ഈ കൂറ്റൻ ബോർഡിനടിയിൽ പെട്ടുപോയ ഒരു കാറിനകത്ത് നിന്നാണ് ഈ 2 മൃതദേഹങ്ങൾ ഇപ്പോൾ പുറത്തെടുത്തിട്ടുള്ളത്. ഇതോടെ ആകെ മരണസംഖ്യ 16ആയി മാറിയിട്ടുണ്ട്. 80-ലേറെ പേർക്കാണ് ഈ സംഭവത്തിൽ ഇതുവരെ പരിക്കേറ്റത്. ഇപ്പോഴും രക്ഷാദൌത്യം, അതായത് പ്രത്യേകിച്ച് തെരച്ചിൽ ആ പരിസരത്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ ലോഹപാളികളും മറ്റും മാറ്റാൻ കൂറ്റൻ ക്രെയിനുകളും മറ്റും എത്തിച്ചാണ് ദൗത്യം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഈ കമ്പനി ഉടമയെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഭാവേഷ് എന്ന ഈ പ്രതി ഇപ്പോൾ എവിടെയാണ് എന്നതിനെ കുറിച്ച് ഒരു ധാരണയുമില്ല. ഇയാൾക്കെതിരെ നേരത്തെയും പല പരാതികളുമുണ്ട്. ബലാത്സംഗ കുറ്റമടക്കം ചുമത്തി ഇയാളെ ഒരു ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്തതാണ്. ആ കേസിൽ വിചാരണ നടക്കുന്നു. അങ്ങനെ 23ഓളം കേസുകളിൽ പ്രതിയായ ഒരാളാണ് ഇപ്പോൾ ഒളിവിൽ പോയിട്ടുള്ളത്. സുഹേൽ, ശരി. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.